നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. ജർമ്മനിയിലെ മൈൻസ് രൂപതയുടെ സഹായമെത്രാനായി മലയാളിയായ മോൺസിഞ്ഞോർ ജോഷി പൊട്ടയ്ക്കൽ അഭിഷിക്തനായി. ജർമ്മനിയിലെ ചരിത്രപ്രസിദ്ധമായ മൈൻസ് കത്തീഡ്രലിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മോൺസിഞ്ഞോർ ജോഷി ജോർജ് പൊട്ടയ്ക്കൽ സഹായമെത്രാനായി സ്ഥാനമേറ്റു. ജർമ്മനിയിൽ മെത്രാൻ പദവിയിലെത്തുന്ന ആദ്യ മലയാളി എന്ന ചരിത്ര നേട്ടവും ഇതോടെ അദ്ദേഹം സ്വന്തമാക്കി. AD 304 സ്ഥാപിതമായ മൈൻസ് രൂപതയുടെ 7ാമത്തെ സഹായമെത്രാനായിട്ടാണ് കർമ്മലീത്ത സന്യാസ സമൂഹാംഗവും കോതമംഗലം രൂപതാംഗവുമായ മോൺസിഞ്ഞോർ ജോഷി ജോർജ് പൊട്ടയ്ക്കൽ അഭിഷിക്തനായത്. മൈൻസ് രൂപതാ മെത്രാൻ ഡോക്ടർ പീറ്റർ കോൾഗ്രാഫ് അഭിഷേക കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫ്രൈബുർഗ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ സ്റ്റെഫാൻ ബുർഗർ, ബ്രസീലിലെ ഇതറ്റുബ രൂപതാ ബിഷപ്പ് ഡോക്ടർ വിൽമർ സാന്റിൻ ഓക്കാം എന്നിവർ സഹകാർമ്മികരായി. ജർമ്മനിയിലെ വിവിധ രൂപതകളിൽ നിന്നുള്ള 14 മെത്രാന്മാരും 100-ലധികം വൈദികരും ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിൽ നിന്ന് കോതമംഗലം രൂപതാ ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ, യൂറോപ്പിലെ സീറോ മലബാർ സഭയുടെ അപ്പസ്തോലിക് വിസിറ്റേറ്റർ ബിഷപ്പ് മാർ സ്റ്റീഫൻ ചെറുപ്പണത്ത്, കർമ്മലീത്ത മാതൃസഭ ജനറൽ സ്പെയിൻകാരനായ ഫാദർ ദെസിദേരിയോ ഗാർസിയ, കേരളത്തിൽ നിന്നുള്ള ജനറൽ കൗൺസിലർ ഫാദർ റോബർട്ട് പുതുശ്ശേരി, ജർമ്മൻ പ്രൊവിൻഷ്യൽ ഫാദർ പീറ്റർ ഷ്രോഡർ, സെന്റ് തോമസ് പ്രോവിൻസ് ഇന്ത്യ പ്രൊവിൻഷ്യൽ ഫാദർ തങ്കച്ചൻ പോൾ ഞാളിയത്ത് എന്നിവരും മൈൻസ് കത്തീഡ്രൽ ഡീൻ ഹെന്നിംഗ് പ്രീസൽ, സുപ്പീരിയർ ജനറൽ ഫാദർ ഡെസിഡറിയോ ഗാർസിയ ഓക്കാം, കാനഡയിൽ നിന്നുള്ള ഫാദർ ജോഷിയുടെ സഹോദരൻ ഫാദർ ജോയ്സൺ പൊട്ടയ്ക്കൽ ഓർക്കാം, ചാപ്ലിൻ വാലന്റൈൻ ഈഡ് എന്നിവരും കർമ്മലീത്ത സന്യാസ സമൂഹാംഗങ്ങളും സിസ്റ്റേഴ്സും ജർമ്മനിയിൽ സേവനം ചെയ്യുന്ന മലയാളി വൈദികരും സന്യസ്തരും ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. ക്ലോഡ് ബൗമും സ്റ്റെഫാൻ പോസ്റ്ററും സഹായ ഡീക്കന്മാരായി. മൈൻസ് കത്തീഡ്രൽ ചാപ്റ്ററും ചടങ്ങിൽ പങ്കെടുത്തു. നാട്ടിൽ നിന്നും ജോഷി പിതാവിന്റെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. മൈൻസിലെ സെന്റ് മാർട്ടിൻ കത്തീഡ്രലിൽ മാർച്ച് 15 ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നടന്ന ഭക്തിസാന്ദ്രവും സംഗീതാത്മകവും ആത്മീയ ചൈതന്യവും നിറഞ്ഞ പ്രാർത്ഥനയിലും ജർമ്മൻ സഭയിലെ പ്രൗഢഗംഭീരമായ 2.5 മണിക്കൂർ നീണ്ട സ്ഥാനാരോഹണ ചടങ്ങിൽ തദ്ദേശീയരും വിദേശികളുമടക്കം ഏകദേശം 2000-ലധികം വിശ്വാസികൾ നേരിട്ട് പങ്കെടുത്തു. കത്തീഡ്രൽ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ജർമ്മനിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവാസി മലയാളികളും സുഹൃത്തുക്കളും ഉൾപ്പെടെ വലിയൊരു മലയാളി സമൂഹം ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. ചടങ്ങിന്റെ തത്സമയ സംപ്രേഷണവും ഉണ്ടായിരുന്നു. മ്യൂൾഹൈം ഓബ്രഹാസിൽ നിന്നുള്ള സെന്റ് സെബാസ്റ്റ്യൻ ഇടവകാരിയും മലയാളിയുമായ ഫാദർ അജിമോൻ ജോസഫ് ഗായസംഘത്തോടൊപ്പം മോൺസിഞ്ഞോർ ജോഷിയുടെ മാതൃഭാഷയായ മലയാളത്തിൽ ഗാനവും ആലപിച്ചു. ഇതാ സമയമായി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ച് സംഗീതം നൽകിയത് ഫാദർ അജിമോൻ ജോസഫാണ്. കത്തീഡ്രൽ കാന്റൺ മൈക്കൽ കാർട്ടൻബാക്കിന്റെയും കത്തീഡ്രൽ സംഗീത ഡയറക്ടർ കാസ്റ്റൻ ചോർക്കിന്റെയും നേതൃത്വത്തിൽ കത്തീഡ്രലിലെയും സെന്റ് ഖീൻഡിൻ മൈൻസ് കത്തീഡ്രൽ ഗായക സംഘം, മൈൻസ് കത്തീഡ്രൽ ബ്രാസ് എസംബർട്ടിൽ, ബ്രാസ് എൻസെബിൾ എന്നിവരുടെ സംഗീതത്തിനു പുറമെ കത്തീഡ്രൽ കാന്റർ ജൂട്ടാഗോൾ കണ്ടോറിയൻ ഗാനങ്ങളും ആലപിച്ചു. കത്തീഡ്രൽ ഓർഗനൈസ്റ്റ് പ്രൊഫസർ ഡാനിയൽ ബെക്മാൻ കത്തീഡ്രൽ ഓർഗൻ വായിച്ചു. 100ഓളം യുവജനങ്ങൾ അടങ്ങിയ ഗായക സംഘമാണ് ഗാനങ്ങൾ ആലപിച്ചത്. ചടങ്ങിൽ മൈൻസ് ബിഷപ്പ് ഡോക്ടർ പീറ്റർ കോൾഗ്രാഫ് നടത്തിയ പ്രസംഗം പ്രധാനമായും കത്തോലിക്ക സഭയുടെ വിശ്വസ്തത, സാംസ്കാരിക വൈവിധ്യം, ശുശ്രൂഷാപരമായ ദൗത്യം എന്നിവയിൽ ഊന്നിയായിരുന്നു. സഭയുടെ സാർവത്രിക സ്വഭാവം ചൂണ്ടിക്കാട്ടി സീറോ മലബാർ സഭയും ലാറ്റിൻ സഭയും തമ്മിലുള്ള ആഴമേറിയ ബന്ധത്തെ അദ്ദേഹം എടുത്തു പറഞ്ഞു. ജർമ്മനിയിലെ കത്തോലിക്ക സഭയിൽ സീറോ മലബാർ വിശ്വാസികൾ നൽകുന്ന സംഭാവനകളെ അദ്ദേഹം അഭിനന്ദിച്ചു. പുതിയ ബിഷപ്പ് ഇന്ത്യയിലെയും ജർമ്മനിയിലെയും വിശ്വാസികൾക്കിടയിൽ ഒരു സാംസ്കാരിക പാലമായി വർത്തിക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. വിവിധ റീത്തുകൾക്കിടയിലുള്ള ഐക്യത്തിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഒരു മെത്രാൻ എന്നത് കേവലം ഒരു പദവിയല്ല, മറിച്ച് ക്രിസ്തുവിന്റെ സ്നേഹം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ദൈവവിളിയും ദൗത്യവുമായ എളിയ ശുശ്രൂഷയാണെന്ന് ബിഷപ്പ് കോൾഗ്രാഫ് ഓർമ്മിപ്പിച്ചു. ജർമ്മനിയിലെ വെല്ലുവിളികൾക്ക് പുറമെ യൂറോപ്പിലെ, പ്രത്യേകിച്ച് ജർമ്മനിയിലെ മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക സാഹചര്യങ്ങളിൽ വിശ്വാസം മുറുകെ പിടിക്കുന്നതിനെയും സുവിശേഷം പ്രഘോഷിക്കുന്നതിന്റെയും പ്രാധാന്യം അദ്ദേഹം വ്യക്തമാക്കി. പുതിയ ബിഷപ്പിന് തന്റെയും മൈൻസ് രൂപതയുടെയും എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും ബിഷപ്പ് കോൾഗ്രാഫ് വാഗ്ദാനം ചെയ്തു. ഇതിൽ പ്രസക്തമായ ഒരു കാര്യം എടുത്തു പറയേണ്ടത് 2 വ്യത്യസ്ത സഭാ പാരമ്പര്യങ്ങൾ, അതായത് ലാറ്റിൻ ആൻഡ് സീറോ മലബാർ എന്നീ സഭകൾ എങ്ങനെ ഒരേ ലക്ഷ്യത്തിനായി സഹകരിക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ബിഷപ്പ് കോൾഗ്രാഫിന്റെ പ്രസംഗത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം. ബിഷപ്പ് കോൾഗ്രാഫിന്റെ പ്രസംഗം നിറഞ്ഞതും തികഞ്ഞതുമായ കയ്യടിയോടെയാണ് വിശ്വാസികൾ സ്വീകരിച്ചത്. താനിവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് പരിമിതങ്ങളോടും ബലഹീനതകളോടും കൂടിയാണെന്നും മനുഷ്യരുടെ കണ്ണിൽ പരിപൂർണരല്ലാത്തവരെയും ദൈവം പലപ്പോഴും തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ബിഷപ്പ് ജോഷി ജോർജ് പൊട്ടയ്ക്കൽ നന്ദി പ്രസംഗത്തിൽ പറഞ്ഞു. എളിമയും സേവന സന്നദ്ധതയും കൈമുതലാക്കി വിശ്വാസികളെയും സമൂഹത്തെയും നയിക്കുമെന്ന് അദ്ദേഹം ചടങ്ങിൽ വ്യക്തമാക്കി. സഭയും സമൂഹവും നേരിടുന്ന വെല്ലുവിളികളിൽ ക്രിയാത്മകമായി ഇടപെടാൻ താൻ പ്രതിജ്ഞാബദ്ധനാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചപ്പോൾ കത്തീഡ്രലിനുള്ളിലെ വിശ്വാസികളുടെ കരഘോഷം ഉച്ചസ്ഥായിയിലെത്തിയത് അദ്ദേഹത്തോടുള്ള സ്നേഹത്തിന്റെയും പിന്തുണയുടെയും അടയാളമായി.
സ്ഥാനാരോഹണത്തിന് ശേഷം മൈൻസ് സെമിനാരിയിൽ സ്വീകരണവും നടന്നു. ബിഷപ്പ് പൊട്ടക്കൽ തന്റെ എപ്പിസ്കോപ്പൽ മുദ്രാവാക്യമായി സങ്കീർത്തനങ്ങളിൽ നിന്നുള്ള ഒരു വാക്യമാണ് തെരഞ്ഞെടുത്തത്. സങ്കീർത്തനം 37:5 അടിസ്ഥാനമാക്കിയുള്ള വിശ്വാസത്താൽ നയിക്കപ്പെടുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ എപ്പിസ്കോപ്പൽ മുദ്രാവാക്യം. പുതിയ മെത്രാന്റെ സ്ഥാനീയ മുദ്രയിൽ A-O എന്നീ മലയാള അക്ഷരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൽഫയും ഒമേഗയും എന്നതിന്റെ ചുരുക്കമാണിത്. അതുപോലെ തന്നെ ആപ്തവാക്യം ജർമ്മൻ ഭാഷയിലാണ്. പൊതുവെ മെത്രാന്മാരുടെ സ്ഥാനീയ മുദ്രയിൽ ലാറ്റിൻ, ഗ്രീക്ക് അക്ഷരങ്ങൾ അല്ലെങ്കിൽ പദങ്ങളാണ് ചേർക്കാറുള്ളത്. എല്ലാ ഭാഷകളും വിശുദ്ധ ഭാഷകളാണെന്ന ചിന്തയിൽ നിന്നാണ് മലയാളവും ജർമ്മനും ചേർത്തിരിക്കുന്നതെന്ന് ബിഷപ്പ് പൊട്ടക്കൽ വ്യക്തമാക്കി. സ്ഥാനലബ്ധിയോടെ ഫാദർ ജോഷി സെറാമുസയുടെ നാമകരണ ബിഷപ്പായി മാറി. റോമൻ പ്രവിശ്യയായ ന്യൂമീഡിയയിലായിരുന്നു നിലവിൽ ഇല്ലാത്ത രൂപത സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ മാറാടി മീൻകുന്നം സ്വദേശിയായ ഇദ്ദേഹം ജർമ്മനിയിലെ ലാറ്റിൻ രൂപതയിൽ ഉയർന്ന സഭാ നേതൃത്വത്തിലേക്ക് എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ്. 2003 വൈദികനായി അഭിഷിക്തനായ ഫാദർ ജോഷി ഉപരിപഠനത്തിനായിട്ടാണ് 2004 ജർമ്മനിയിലെത്തിയത്. ഫാദർ ജോഷി പൊട്ടക്കൽ ജർമ്മനിയിലെ മൈൻസ് രൂപതയുടെ സഹായമെത്രനായി നിയമിക്കപ്പെട്ടതിനെ തുടർന്നുള്ള അദ്ദേഹത്തിന്റെ പ്രധാന ചുമതലകൾ മൈൻസ് രൂപതയുടെ സഹായമെത്രനായും, അതായത് മൈൻസ് രൂപത അധ്യക്ഷനായ ബിഷപ്പ് പീറ്റർ കോൾഗ്രാഫിനെ രൂപതാ ഭരണത്തിലും ആത്മീയ കാര്യങ്ങളും സഹായിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. ഒരു സഹായമെത്രാൻ എന്ന നിലയിൽ രൂപതയുടെ വികാരി ജനറലായും അദ്ദേഹം പ്രവർത്തിക്കുന്നു. ഈ കുടിയേറ്റക്കാരുടെ ആത്മീയ പരിരക്ഷ, അതായത് ജർമ്മനിയിലെ പ്രത്യേകിച്ച് മൈൻസ് രൂപതയിലെ കുടിയേറ്റക്കാരായ കത്തോലിക്കരുടെ വിശേഷിച്ചും സീറോ മലബാർ വിശ്വാസികളുടെ ആത്മീയ ആവശ്യങ്ങളെ ഏകോപിപ്പിക്കുക എന്നത് അദ്ദേഹത്തിന്റെ സവിശേഷമായ ഒരു ഉത്തരവാദിത്തമാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിശ്വാസികളെ ജർമ്മൻ സഭയുമായി കൂടുതൽ അടുപ്പിക്കാൻ അദ്ദേഹം നേതൃത്വം നൽകും. ഭാരതീയ സഭാ പാരമ്പര്യവും ജർമ്മൻ സഭാരീതികളും തമ്മിലുള്ള ഒരു കണ്ണിയായി അദ്ദേഹം പ്രവർത്തിക്കും. വിവിധ സഭാ റീത്തുകൾക്കിടയിൽ ഐക്യവും സഹകരണവും വളർത്തുക എന്നത് ബിഷപ്പ് പീറ്റർ കോൾഗ്രാഫ് തന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞ ഒരു പ്രധാന ദൗത്യവും കൂടിയാണ്. ഇടവക സന്ദർശനം, കൂദാശകളും, അതായത് രൂപതയിലെ വിവിധ ഇടവകൾ സന്ദർശിക്കുക, വിശ്വാസികൾക്ക് സ്ഥൈര്യലേപനം തുടങ്ങിയ കൂദാശകൾ നൽകുക, വൈദികർക്കും വിശ്വാസികൾക്കും ആത്മീയ മാർഗനിർദ്ദേശം നൽകുക എന്നിവയും ഇദ്ദേഹത്തിന്റെ ദൈനംദിന ചുമതലകളിൽ ഉൾപ്പെടുന്നുണ്ട്. യൂറോപ്പിലെയും ജർമ്മനിയിലെയും സഭ നേരിടുന്ന ആധുനിക വെല്ലുവിളികളിൽ പ്രത്യേകിച്ച് വിശ്വാസ ത്യാഗവും സഭയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കും തടയുന്നതിനായുള്ള പുതിയ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകും. ഫാദർ ജോഷി ജോർജ് പൊട്ടക്കൽ മെത്രാനായി നിയമിതനാകുന്നതിന് മുമ്പ് ജർമ്മനിയിലെ മൈൻസ് രൂപതയിൽ വളരെ പ്രധാനപ്പെട്ട പല പദവികളായ രൂപതാ ചാൻസലർ, രൂപതയിലെ ഭരണപരമായ ചുമതലയുള്ള എപ്പിസ്കോപ്പൽ വികാരി, കത്തീഡ്രലിലെ ഭരണസമിതിയായ കത്തീഡ്രൽ ചാപ്റ്ററിൽ അംഗം, രൂപതയിലെ വിവിധ ഇടവകളിൽ വികാരി എന്നിവയ്ക്ക് പുറമെ സീറോ മലബാർ സഭയുടെ പ്രതിനിധി, ജർമ്മനിയിലെ സീറോ മലബാർ വിശ്വാസികളുടെ കാര്യങ്ങളിലും വൈദികരുടെ ഏകോപനത്തിലും അദ്ദേഹം സജീവമായി ഇടപെട്ടിരുന്നു. കോതമംഗലം രൂപയിലെ മീൻകുന്നം സെന്റ് ജോസഫ് സീറോ മലബാർ ഇടവകാംഗമായ അദ്ദേഹം 2003 തൃശൂരിൽ വെച്ചാണ് വൈദികനായി അഭിഷിക്തനായത്. പിന്നീട് ഉപരിപഠനത്തിനായി 2004 ജർമ്മനിയിലെത്തിയ അദ്ദേഹം ഇവിടെയുള്ള ലളിതമായ ജീവിതശൈലിയും ഭരണപാഠവുമാണ് അദ്ദേഹത്തെ ഈ ഉന്നത പദവിയിലേക്ക് എത്തിച്ചത്. പ്രവാസി മലയാളികൾക്കും ആഗോള കത്തോലിക്ക സഭയിലെ കേരളീയ സാന്നിധ്യത്തിനും വലിയ അഭിമാനമാണ് ഈ നിയമനം നൽകുന്നത്. 1977 ഏപ്രിൽ 30 മൂവാറ്റുപുഴ മാറാടി പഞ്ചായത്തിലെ മീൻകുന്നത്താണ് പിതാവ് ജനിച്ചത്. പരേതരായ ജോർജ് പൊട്ടക്കൽ, റോസമ്മ ജോർജ് എന്നിവരാണ് പിതാവിന്റെ മാതാപിതാക്കൾ. 4 സഹോദരങ്ങളാണുള്ളത്. ജർമ്മനിയുടെ ചരിത്രത്തിൽ ആദ്യമായി മെത്രാൻ സ്ഥാനം ലഭിച്ച മലയാളി വൈദികൻ ജോഷി പൊട്ടക്കൽ പിതാവിന് പ്രവാസി ഓൺലൈൻ അനുമോദിച്ചു. പ്രൗഢഗംഭീരമായ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ അക്രഡിറ്റേഷനോടുകൂടി ഔദ്യോഗികമായി ക്ഷണം ലഭിച്ചത് വലിയ അംഗീകാരവും ജീവിതത്തിലെ വലിയ അനുഗ്രഹവുമായി പ്രവാസി ഓൺലൈൻ കരുതുകയാണ്. പ്രവാസി ഓൺലൈനെ പ്രതിനിധീകരിച്ച് ചീഫ് എഡിറ്റർ ജോസ് കുംബ്ലുവേലിലും ടെക്നിക്കൽ ഡയറക്ടർ ജെൻസ് കുംബ്ലുവേലിയും പരിപാടിയിൽ പങ്കെടുത്തു. ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ സന്ദർശിക്കുക. നന്ദി.